ശ്രീലങ്കയ്ക്കെതിരായ അവസാന സൂപ്പർ 4 മത്സരത്തിൽ സൂപ്പർ ഓവറിലായിരുന്നു ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരുന്നത്. ഇന്ത്യ ഉയർത്തി 203 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 202 റൺസിൽ ഇന്ത്യക്കൊപ്പം സമനില പിടിക്കുകയായിരുന്നു. ശേഷം അർഷ്ദീപ് സിംഗിന്റെ ബോളിംഗ് കരുത്തിലാണ് സൂപ്പർ ഓവറിൽ ടീം ഇന്ത്യ വിജയം നേടിയെടുത്തത്. മത്സരത്തിൽ തീർച്ചയായും ഒരു ടീം വർക്ക് തന്നെ കാണാനായി സാധിച്ചിരുന്നു. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നിരാശപ്പെടുത്തിയപ്പോൾ ബാറ്റിംഗിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ടീം ഇന്ത്യ ഇന്നലെ കാഴ്ചവെച്ചത്. പതിവുപോലെ അഭിഷേക് ശർമ്മയുടെ മികച്ച തുടക്കത്തിന് ശേഷം മധ്യനിരയിൽ തിലക് വർമ്മയും സഞ്ജു സാംസണും ടീം ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചത്. ബാറ്റിംഗ് പൊസിഷനിൽ 5-ാമനായിരുന്നു സഞ്ജു ഇന്നലെ ബാറ്റിംഗിനായി എത്തിയിരുന്നത്. തന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം ഭംഗിയായി തന്നെ നിർവഹിക്കുന്ന ഏറ്റവും പക്വതയാർന്ന ഒരു ബാറ്റിംഗ് അപ്രോച്ച് തന്നെയാണ് സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ കണ്ടത്. മോശം പന്തുകളെ ലീവ് ചെയ്യുകയും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മറ്റുള്ള പന്തുകളെ ബൗണ്ടറി കടത്താനും സഞ്ജുവിന് കഴിഞ്ഞിരുന്നു. സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ തവണ ഡിസ്മിസ് ആക്കിയിട്ടുള്ള ഹസിരംഗയ്ക്കെതിരെ 2 6ഉം ഒരു 4ഉം അദ്ദേഹം ഇന്നലെ നേടിയിരുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് കോച്ച് ഗൗതം ഗംഭീർ ഇന്നലെ മത്സരശേഷം സംസാരിച്ചിരുന്നത്. ടീമിന്റെ ഒന്നാകെയുള്ള പ്രകടനത്തിൽ താൻ ഏറ്റവും സന്തോഷവാനാണ്. ഏത് രീതിയിലൊരു മത്സരം നഷ്ടപ്പെടുന്നോ അതേ രീതിയിൽ തന്നെ അത് തിരിച്ചെടുക്കാനുള്ള കേപ്പബിലിറ്റി ടീമിലെ 11 പേർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കോച്ച് എന്നുള്ള രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കുന്നത്. തിലക് വർമ്മയും സഞ്ജു സാംസണും ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഭംഗിയായി തന്നെയാണ് നിർവഹിക്കുന്നത്. മധ്യനിരയിൽ ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്ത 66 റൺസിന്റെ പാർട്ണർഷിപ്പ് തങ്ങളെ സംബന്ധിച്ച് ആദ്യ ഇന്നിംഗ്സിൽ അത്ര മികച്ച ഒരു സ്കോറിലേക്ക് എത്തുന്നതിൽ നിർണായകമായി മാറിയിരുന്നു. ഭയമില്ലാതെ ഏത് ബോളർക്കെതിരെയും സഞ്ജുവിനെ പോലെയുള്ള ബാറ്റ്സ്മാൻമാരുടെ പ്രകടനങ്ങൾ അതിനിർണായകമാണ്. നിർണായക സമയത്ത് ബ്രേക്ക് ത്രൂ നൽകിയ വിക്കറ്റുകളും സ്റ്റംപിങ്ങുകളും ഉൾപ്പെടെ വിജയത്തിൽ ഓരോ കോൺട്രിബ്യൂഷനും നിർണായകമായിരുന്നു എന്നാണ് ഗംഭീർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ബാറ്റിംഗിലും ഉപരി കീപ്പിംഗിലും സഞ്ജു മികച്ച പ്രകടനങ്ങളുമായി ഇന്നലെ കളം നിറഞ്ഞിരുന്നു. എന്തായാലും തനിക്ക് വേണ്ട രീതിയിൽ ബാറ്റിംഗിൽ അവസരം നൽകാത്തതിനുള്ള എല്ലാ അമർഷവും തീർച്ചയായിട്ടും സഞ്ജുവിന്റെ ഇന്നലത്തെ ഒറ്റ ഇന്നിംഗ്സിൽ തന്നെ പ്രകടമായിരുന്നു. കീപ്പിംഗിലും അതേപോലെ തന്നെ MS ധോണി അനുസ്മരിപ്പിക്കത്തക്കവണ്ണമുള്ള സ്റ്റംപിംഗ് ഉൾപ്പെടെ സഞ്ജുവിന്റെ ഭാഗത്തുനിന്നും ഇന്നലെ കണ്ടിരുന്നു. തന്റെ രാജ്യത്തിനു വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഓരോ മൊമെന്റും അദ്ദേഹം ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.